പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ വേർഡ് പ്രോസസ്സറിൻ്റെ മറ്റൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വ്യത്യസ്ത തരങ്ങളായ നമുക്ക് നല്ല ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ നല്ല റെസ്യൂമെ ഉണ്ടാക്കാൻ പറ്റുന്ന, ടേബുലാർ ഫോമുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ചാർട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത തരം വേർഡ് പ്രോസസ്സറിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാനും പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് കൂടിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളൊക്കെ പുസ്തകം വായിക്കുന്നവരാണ്. നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരുമൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, അവർക്ക് പഠിക്കാനുള്ളത് റെഫർ ചെയ്യാൻ വേണ്ടി. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളാരും ആ വലിയ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാറില്ല. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നത്. ഒന്ന്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, അതായത് ഓരോ പുസ്തകത്തിൻ്റെയും ഫസ്റ്റ് പാർട്ടിൽ കാണുന്ന, അതായത് പുസ്തകത്തിൻ്റെ പേര് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന ചില പേജുകളിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റുകളുണ്ടാകും. അതായത് ആ പുസ്തകത്ത് ഏതൊക്കെയാണ് പ്രധാന പോയിന്റുകൾ, ഏതൊക്കെയാണ് മെയിൻ ഹെഡിങ്ങുകൾ, ഏതൊക്കെയാണ് സബ് ഹെഡിങ്ങുകൾ, അതും അതിൻ്റെ പേജ് നമ്പറും ഉള്ളതാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അതുകൊണ്ട് മാത്രം നമുക്കൊരു പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടേണ്ട ചെറിയൊരു ഇൻഫർമേഷൻ, നമ്മൾ റെഫർ ചെയ്യുന്ന ഏതോ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടേണ്ടിയിരിക്കുക ആ പുസ്തകത്തിൽ നിന്ന്. അപ്പോൾ അതിന് സഹായിക്കുന്ന, കുറച്ചുകൂടി നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഐറ്റമാണ് ഇൻഡെക്സ് എൻട്രീസ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ വലിയ പുസ്തകങ്ങളുടെ പിൻഭാഗത്ത് കുറേ വേർഡുകൾ, ആ പുസ്തകത്തിൽ വന്നിട്ടുള്ള പലപ്പോഴായി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡുകൾ ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും അതിൻ്റെ പേജ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും, ഏതൊക്കെ പേജുകൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് വേർഡ് പ്രോസസ്സിൽ ഇപ്പോൾ പഠിക്കാം. എങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടി ടേബിൾ ഓഫ് കണ്ടൻസും ഇൻഡെക്സ് എൻട്രിയും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ 3 സ്റ്റെപ്പുകളുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ പുസ്തകത്തിൽ ഈ വലിയ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ ഹെഡിങ്ങുകളാണ്, സബ് ഹെഡിങ്ങുകളാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റുകളിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കലാണ് ഫസ്റ്റ്. അത് സെലക്ട് ചെയ്തതാണ് ഫസ്റ്റ്. രണ്ടാമത്തത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എൻട്രീസ് ഉണ്ടാക്കലാണ്. മൂന്നാമത്തത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് പേജ് ഉണ്ടാക്കലാണ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ഇതിന് മെയിനായിട്ട് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ അടുത്തായിട്ട് എങ്ങനെയാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എൻട്രീസ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ ഡിഫൈനിങ് ടേബിൾ ഓഫ് കണ്ടൻറ്റിന് 2 ഭാഗങ്ങൾ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു. ഒന്ന് ക്രിയേറ്റിംഗ് TOC എൻട്രീസ് ആണ്, ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ എൻട്രീസ് ഉണ്ടാക്കലാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ട് ദ ഹെഡിങ്സ് ഓർ സബ് ഹെഡിങ്സ് ഇൻ ദ ഡോക്യുമെൻറ്റ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ഫോർ TOC. അതായത് TOCക്ക് വേണ്ടി നമ്മൾ ആവശ്യമുള്ള ഹെഡിങ്സും സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചൂസ് ദ മെനു ഓപ്ഷൻ ഇൻസേർട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ്, അതിൽ എൻട്രി. അപ്പോൾ ഇൻസേർട്ട് ഇൻഡെക്സ് ആൻഡ് എൻട്രി ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി ഓർമ്മിക്കുക, ഇൻസേർട്ട് മെനുവിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിലെ എൻട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഡയലോഗ് ബോക്സ് വരുമ്പോൾ അതിൽ ഇൻഡെക്സ് ആസ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് സെറ്റ് ചെയ്യാം. ഇൻഡെക്സ് സെറ്റ് ചെയ്യേണ്ടത് ടേബിൾ ഓഫ് കണ്ടൻസ് എന്നാണ്. അതിനുശേഷം ലെവൽസ് സെലക്ട് ചെയ്യണം. അതായത് ഹെഡിങ്സിന് 1 എന്നും സബ് ഹെഡിങ്സിന് വീണ്ടും സബ് ഹെഡിങ്സ് വരികയാണെങ്കിൽ 2, 3, 4 എന്നൊക്കെ ലെവൽസ് സെലക്ട് ചെയ്യണം. പിന്നീട് ക്ലിക്ക് ദ ഇൻസേർട്ട് ബട്ടൺ, അതോടുകൂടി നമ്മുടെ എൻട്രി കംപ്ലീറ്റ് ആവുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ടേബിൾ ഓഫ് കണ്ടൻസ് എൻട്രിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഹെഡിങ്സുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിനെസ്, തൊട്ടടുത്ത് ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് ദ വെസ്റ്റ്. അതോടൊപ്പം അടുത്ത പേജിൽ വരുന്ന പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളായ സ്കാവേജിങ് സ്റ്റാർട്ടഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക, ട്രെയിനിങ് ഓഫ് ക്ലീനിനെസ് ഫോർ ഈക്വാലിറ്റി, യൂസ് ഓഫ് മീഡിയ ടു ക്രിയേറ്റ് അവെയർനെസ് ഓൺ ക്ലീനിനെസ് തുടങ്ങിയ ഹെഡിങ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് ഇൻഡെക്സ് എൻട്രി സെലക്ട് ചെയ്യുന്നു. അതിൽ ഇൻഡെക്സിൽ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആണ് ഇപ്പോഴുള്ളത്, ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് മാറ്റുന്നു. അതിനുശേഷം ഇൻസേർട്ട് പ്രസ് ചെയ്യുന്നു. അതോടുകൂടെ ഇൻഡെക്സ് എൻട്രി പൂർത്തിയാവുന്നു. അപ്പോൾ ഇൻഡെക്സ് എൻട്രി അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സാധാരണ അറിയാം, ഒരു പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ്, ആദ്യ ഭാഗത്താണ്, ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് പേജ് ക്രിയേറ്റ് ചെയ്യുക.
ആ പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സുകളാണ് എന്ന് ഞാൻ പറയുന്നത്. ഒരു ഫ്രഷ് പേജ് നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നു, അതായത് ഏറ്റവും ഫസ്റ്റ് പേജ് അതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം ഇൻസേർട്ട് മെനുവിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻസേർട്ട് ഇൻഡെക്സ് എൻട്രി ഡയലോഗ് ബോക്സ് വരും. അതിൽ ഇൻഡെക്സ് ടേബിൾ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻ ദ ടൈപ്പ് ബോക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പുതിയൊരു പേജ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് പേജ് തന്നെയാണ് അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നതിന് ശേഷം ഇൻസേർട്ടിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ ടൈപ്പിൽ ടേബിൾ ഓഫ് കണ്ടൻസിൽ ഓൾറെഡി ടേബിൾ ഓഫ് കണ്ടൻസ് എന്നുള്ളത് ടേബിൾ ഓഫ് കണ്ടൻസ് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഓക്കെ അടിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത ഹെഡിങ്സുകളൊക്കെ അവിടെ വന്നു. പേജ് നമ്പർ സഹിതം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓട്ടോമാറ്റിക് ടേബിൾ ഓഫ് കണ്ടൻസ് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സിൽ എന്ത് ചേഞ്ചുകൾ വരുത്തിയാലും ഹെഡിങ്സിൽ സബ് ഹെഡിങ്സ് ചേഞ്ച് വരുത്തിയാൽ പോലും അത് ഇവിടെയും അത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. തികച്ചും ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പുസ്തകത്തിൽ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ പറ്റും ഉപയോഗിക്കുന്നത്. ഒന്ന് ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇൻഡെക്സ് എൻട്രീസ്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് എൻട്രി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഫ്രേസോ അല്ലെങ്കിൽ വേർഡുകളോ ആൽഫബറ്റിക് ഓർഡറിൽ ഒരു പുസ്തകത്തിൻ്റെ അവസാനം പേജ് നമ്പർ സഹിതം അറേഞ്ച് ചെയ്യുന്നതാണ് ഇൻഡെക്സ് എൻട്രി എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഇൻഡെക്സ് എൻട്രി ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നേരത്തെ പേജ് കണ്ടന്റ് പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ് എൻട്രി ഉണ്ടാക്കാനും പ്രധാനമായിട്ട് 3 സ്റ്റെപ്സുകളാണുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഏതൊക്കെ വേർഡ്സ് ഏതൊക്കെ ഫ്രേസുകൾ ഇതിൽ വരണമെന്ന് സെലക്ട് ചെയ്യണം. രണ്ടാമത് ഇൻഡെക്സ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത് ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇൻഡെക്സ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഞാനൊന്ന് പറയാം. വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു വേർഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേർഡ് ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസിലെ ഇൻഡെക്സ് എൻട്രി ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ എൻട്രിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ദ ഇൻസേർട്ട് ഇൻഡെക്സ് എൻട്രി ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. സെലക്റ്റഡ് വേർഡ് ആ എൻട്രി ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം താഴെ കാണുന്ന ഇൻഡെക്സ് സിമിലർ വേർഡ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതുകൂടി ആക്ടിവേറ്റ് ചെയ്താൽ ആ പേജിലുള്ള അതിന് സിമിലറായ വേർഡ്സുകളൊക്കെ അതിൻ്റെ പേജ് നമ്പർ കൂടെ എന്ത് ചെയ്യും, നമ്മളെ ഇൻഡെക്സ് എൻട്രിയിൽ വരും. അതിനുശേഷം ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഡെക്സ് എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഗാന്ധി എന്ന വേർഡ് സെലക്ട് ചെയ്തു. ഇൻസേർട്ടിൽ പോയിട്ട് ഇൻഡെക്സ് ആൻഡ് ടേബിൾ എൻട്രിയിൽ ഇൻഡെക്സ് എൻട്രി സെലക്ട് ചെയ്തു. ശേഷം എൻട്രിയിൽ ഗാന്ധി ഉണ്ട്. ആൽഫബറ്റിക്കിലെ ഇൻഡെക്സ് സെലക്ട് ചെയ്തു. അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് കൊടുത്തു. അത് ക്ലോസ് ചെയ്തു. ഞാൻ അടുത്തൊരു വേർഡ് സെലക്ട് ചെയ്യാൻ പോകുന്നു. ഇതേ രീതിയിൽ ഞാൻ വില്ലേജ് എന്ന വേർഡ് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് മെനുവിൽ പോയി ഈ പ്രോസസ്സൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ആ വേർഡും അതിൽ ഇൻസേർട്ട് ചെയ്തു. അപ്ലൈ ടു ഓൾ സിമിലർ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും വാക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് ഇൻഡെക്സ് എൻട്രിയിൽ വരേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വേണ്ടി 2, 3, 4 വേർഡ്സ് മാത്രമാണ് സെലക്ട് ചെയ്തത്. അതേസമയം വലിയൊരു ഡോക്യുമെൻറ്റിൽ വലിയൊരു ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വേർഡ്സുകൾ സെലക്ട് ചെയ്യണം. പ്രധാനപ്പെട്ട എല്ലാ വേർഡ്സുകളും സെലക്ട് ചെയ്യും. അത് മുഴുവൻ സെലക്ട് ചെയ്ത് എൻട്രി ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പേജ് ക്രിയേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഫസ്റ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതല്ല, ഇൻഡെക്സ് പലപ്പോഴും ഒരു പുസ്തകത്തിൻ്റെ ലാസ്റ്റാണ് വരുന്നത്. ഒരു ബുക്കിൻ്റെ ലാസ്റ്റാണ് ഇൻഡെക്സ് എൻട്രി വരുന്നത് നമുക്കറിയാം. ഇനി ഞാൻ ആ ഡോക്യുമെൻ്റ് ഏറ്റവും അവസാനമുള്ള പേജ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. പിന്നീട് ഇൻസേർട്ട് മെനുവിലെ ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് എന്ന ഓപ്ഷനിൽ ഇൻഡെക്സസ് ആൻഡ് ടേബിൾസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് ഡയലോഗ് ബോക്സ് വരും. അതിൽ നമ്മൾ ഇൻഡെക്സ് ടേബിൾ ടാബ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ടൈപ്പ് ബോക്സിൽ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് സെലക്ട് ചെയ്യണം. ഇനി അഡീഷണൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിൽ
അതിൽ കോളംസ്, സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഡോക്യുമെൻറ്റിൻ്റെ അവസാനത്തേക്ക് പോകുന്നു. ഏറ്റവും അവസാനം പുതിയൊരു പേജ് എടുക്കുന്നു. ആ പേജിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് മെനുവിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടേബിൾ ഓഫ് കണ്ടൻസ് അവിടെയുണ്ട്. ടേബിൾ ഓഫ് കണ്ടൻസ് മാറ്റി ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് എന്ന ടൈപ്പിൽ മാറ്റുന്നു. അതിനുശേഷം ഓപ്ഷൻസൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പേജിൽ ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് വന്നു. ഓരോ വാക്കുകളും റിപ്പീറ്റ് ചെയ്ത പേജ് നമ്പർ റൈറ്റ് സൈഡ് നമുക്ക് കാണാം. ക്ലീൻനെസ് 2, 3, 5, 7 നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് ഇൻഡെക്സ് പേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഇൻഡെക്സ് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും. രണ്ടും ഒരേ മെത്തേഡുകളാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഇൻസേർട്ടിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾ എന്ന മെനുവിലാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഒന്ന് ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്, മറ്റൊന്ന് ഇൻഡെക്സ് എൻട്രിയാണ്. അതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ, പരീക്ഷയ്ക്ക് എഴുതാനും പറ്റൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികളെ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് ഇൻഡെക്സ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് 2ൻ്റെ ഉപയോഗം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു ബുക്ക് റെഫർ ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഇൻഫർമേഷൻ ഒരു ബുക്ക് ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻസേർട്ട് എന്ന മെനുവിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്ന മെനുവിലാണത് വരുന്നത്. ഇൻസേർട്ടിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിലെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് ആണ് 2നും കോമൺ ആയിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ അതിനുള്ളൂ. ഒന്ന് ഇൻഡെക്സ് ആണ്, ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ആണ്, മറ്റൊന്ന് ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട്, ചിലപ്പോൾ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ് തന്നെ അത് പഠിച്ചിരിക്കണം. ടെംപ്ലേറ്റ്സ് എന്ന വാക്കുകൾ നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. ടെംപ്ലേറ്റ്സുകളുടെ കാലമാണെന്നല്ലേ. എന്തിനും ടെംപ്ലേറ്റ്സ് ആണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആപ്പുകൾ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളൊരു റെസ്യൂം ഉണ്ടാക്കാൻ നിങ്ങളോട് നാളെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവർ റെസ്യൂമേ കൊണ്ടുപോകും. അതായത് ബയോഡാറ്റ. അപ്പോൾ ബയോഡാറ്റയുടെ ഫസ്റ്റ് അപ്പിയറൻസിന് ഏറ്റവും നല്ല ബയോഡാറ്റ ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച റെസ്യൂമുകൾ കിട്ടിയാൽ, ബയോഡാറ്റകൾ കിട്ടിയാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ അതിനു വേണ്ടിയാണ് ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. വേർഡ് ഡോക്യുമെൻറ്റ്സിൽ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. അത് ഓൾറെഡി ഉള്ള ഇപ്പോൾ ലെറ്റേഴ്സ്, പലതരം ലെറ്റേഴ്സ് നമുക്കറിയാം. ഫ്രണ്ട്ലി ലെറ്റേഴ്സ് ഉണ്ട്, ബിസിനസ് ലെറ്റേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉണ്ട്. ഈ ലെറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ടെംപ്ലേറ്റ്സുകൾ വേർഡിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ടെംപ്ലേറ്റ്സ് എന്നും അതോടൊപ്പം എങ്ങനെയാണ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നതും നമ്മളുണ്ടാക്കിയ ഡോക്യുമെൻറ്റ്സ് ടെംപ്ലേറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ് മോഡലാണ്. അത് ഉപയോഗിച്ച് നമുക്ക് പുതിയ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് മോഡൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് അനദർ ഡോക്യുമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ ഫയലിൽ ന്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് പകരം അതിൻ്റെ ഏറ്റവും താഴെ കാണാം ടെംപ്ലേറ്റ്സ് എന്ന് കാണാം. ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കുറേ ഫോൾഡേഴ്സ് കാണാം. ഓൾ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡേഴ്സ് മുഴുവൻ നമുക്ക് വിസിബിൾ ആകും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ആ ഫോൾഡറിലുള്ള ടെംപ്ലേറ്റ്സ് കാണാം. ഇവിടെ ഞാൻ ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന ടെംപ്ലേറ്റ്സിൽ 2 മോഡൽ ലെറ്റേഴ്സുകൾ കാണാം. അതിലൊരു ലെറ്റർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ലേ ഔട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അവിടെ പുട്ടിയവർ ലോഗോ എന്നുള്ളതുണ്ട്, അഡ്രസ്സിന് സ്ഥലമുണ്ട്. അങ്ങനെ ഓരോ ഇതിനും നമുക്ക് അവിടെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ടെംപ്ലേറ്റ്സ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. എങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഫയലിലെ ന്യൂ സെലക്ട് ചെയ്തിട്ട് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ടെംപ്ലേറ്റ് മാനേജർ ഡയലോഗ് ബോക്സ് വരും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫോൾഡറിൽ വ്യത്യസ്തങ്ങളായ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ടെംപ്ലേറ്റ്സ് ഓപ്പൺ ആകും. അതിൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉപയോഗിക്കാം. ഇനി പലപ്പോഴും നിങ്ങളൊരു നല്ല റെസ്യൂമേ ഉണ്ടാക്കി, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയും യെസ് അത് കീപ്പ് ചെയ്യണം കേട്ടോ, അത് എനിക്കും വേണം.
പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് ചെയ്യാറല്ലേ. നമ്മൾ ഓൾറെഡി ഒരാൾ ഏറ്റവും കുറച്ചൊക്കെ ക്രിയേറ്റീവായിട്ട് അയാൾ ഉണ്ടാക്കിയ ടെംപ്ലേറ്റ്സുകൾ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ അത് നമ്മൾ നമ്മുടേതാക്കി മാറ്റുക ചെയ്യുക. നമ്മുടെ ഇപ്പോൾ റെസ്യൂമെയാണ്, ബയോഡാറ്റ ആണെങ്കിൽ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബയോഡാറ്റ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻറ്റ്, ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു റെസ്യൂമെ നമുക്കത് ടെംപ്ലേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്കൊരു പുതിയ ഡോക്യുമെൻറ്റ് ടെംപ്ലേറ്റ് ആക്കി വേർഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആ സ്റ്റെപ്പുകൾ ഞാനൊന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെംപ്ലേറ്റ്സുകൾ .ott എന്ന എക്സ്റ്റൻഷനിലാണ് സേവ് ചെയ്യുക. ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ടെംപ്ലേറ്റ് എന്നാണ് പറയുക. ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക, അതായത് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് ടെംപ്ലേറ്റ് ആക്കാൻ ആ ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ആവശ്യമുള്ള മോഡിഫിക്കേഷനൊക്കെ നമ്മൾ വരുത്തുന്നു, അതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റുന്നു. എന്നിട്ട് ഫയലിലെ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുന്നു, അതിൽ സേവ് ആസ് ടെംപ്ലേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അവിടെ ഒരു ടെംപ്ലേറ്റ് മാനേജർ ഡയലോഗ് ബോക്സ് വരും, അതിൽ മൈ ടെംപ്ലേറ്റ്സ് ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പേര് കൊടുക്കാൻ വരും. ആ ടെംപ്ലേറ്റ്സിന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് കൊടുത്ത് നമുക്കവിടെ സേവ് ചെയ്യാം. നമുക്കൊന്നൊന്ന് ചെയ്തു നോക്കാം. NSS പ്രോഗ്രാം കോർഡിനേറ്റർസിൻ്റെ ഒരു ലെറ്ററാണ് ഞാൻ ടെംപ്ലേറ്റ്സ് ആയിട്ട് മാറ്റാൻ പോകുന്നത്. ആ ലെറ്റർ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇനി ഞാൻ ഫയലിൽ പോകുന്നു. ഫയലിലെ ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷനിൽ സേവ് ആസ് ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഓൾ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്തു. അതിൽ മൈ ടെംപ്ലേറ്റ്സ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്തു. അതിൽ ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ എൻ്റർ ടെംപ്ലേറ്റ് നെയിം എന്ന് പറയുന്നു. അവിടെ ഞാൻ മൈ NSS ലെറ്റർ എന്ന ഒരു പേര് കൊടുക്കുന്നു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ടെംപ്ലേറ്റ് അവിടെ സേവ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഫയൽ മെനുവിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് ന്യൂ എന്ന അതിൽ ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്താൽ മൈ ടെംപ്ലേറ്റ്സ് എന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാം. ഉണ്ടോ NSS ലെറ്റർ എന്ന ടെംപ്ലേറ്റ്സ് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് മെയിൽ മെർജ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഒരു ലെറ്റർ അയക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർക്കും ഒരേ കണ്ടൻ്റാണ് അയക്കാനുണ്ടാകുക. പക്ഷേ അഡ്രസ്സ് മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ അഡ്രസ്സുകളിലേക്ക് ഒരേ കണ്ടൻറ്റുകൾ അയക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വേർഡിലുണ്ട്. അതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതായത് ഒരു മെയിലോ എൻവലപ്പോ കണ്ടൻറ്റോ ഒരു ഡാറ്റാ സോഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റാ സോഴ്സുമായിട്ട് ഒരു മെയിൽ ലിങ്ക് ചെയ്യാൻ പറ്റുക, ഒരു മെയിൻ കണ്ടൻറ്റ് ലിങ്ക് ചെയ്ത് വ്യത്യസ്ത അഡ്രസ്സുകളൊക്കെ അയക്കാൻ പറ്റുന്ന രീതിയാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സുകൾ ഞാൻ ആദ്യം പറയാം, പിന്നീട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മെയിൽ മെർജിൻ്റെ പ്രധാനപ്പെട്ട 8 സ്റ്റെപ്പുകളാണുള്ളത്. അതിലൊന്ന് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ്, അതായത് ഏത് ഡോക്യുമെൻ്റാണ് നമ്മൾ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള സെലക്ട് ചെയ്യലാണ്. അതിനുശേഷം ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് അഡ്രസ്സ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള അഡ്രസ് ബുക്ക് സെലക്ട് ചെയ്യുകയോ വേണം. നാലാമത്തെ സ്റ്റെപ്പ് സാല്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഓൾറെഡി സാല്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ സാല്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പ് ലേഔട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആറാമത്തെ സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യലാണ്. ആവശ്യമുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഏഴാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് പേഴ്സണലൈസ് ചെയ്യാം. അതിൽ തന്നെ ചില ഡോക്യുമെൻറ്റ്സ് നമുക്ക് പ്രത്യേകം എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. എട്ടാമത്തെ സ്റ്റെപ്പ് സേവ് അല്ലെങ്കിൽ പ്രിൻ്റ് അല്ലെങ്കിൽ സെൻഡ് ഡോക്യുമെൻറ്റ്സ്, അവസാനത്തെ സ്റ്റെപ്പാണത്. ഇനി എങ്ങനെയാണ് മെയിൽ മെർജ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ ഇവിടെ ഒരു ലെറ്റർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഫ്രം അഡ്രസ്സ് ഉണ്ട്, അതോടൊപ്പം ലെറ്ററിൻ്റെ മാറ്ററും ഉണ്ട്. അതേസമയം ടു അഡ്രസ്സ് ഇവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ടു അഡ്രസ്സ് ഉള്ളിടത്തിൽ ഞാൻ കേസർ വെക്കുന്നു. അതിനുശേഷം ടൂൾ എന്ന മെനുവിൽ പോയിട്ട് മെയിൽ മെർജ് വിസാർഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ 8 സ്റ്റെപ്പുകൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്ത് കാണാം. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. അതിൽ റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. യൂസ് ദ കറണ്ട് ഡോക്യുമെൻറ്റ്, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, സ്റ്റാർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് തുടങ്ങിയവ. അതിൽ നമുക്ക് വേണ്ടത് യൂസ് ദ കറണ്ട് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഓൾറെഡി നമ്മൾ ഡോക്യുമെൻ്റ് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ യൂസ് ദ കറണ്ട് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
രണ്ടാമത്തെ സ്റ്റെപ്പ് സെലക്ട് ഡോക്യുമെൻ്റ് ടൈപ്പാണ്. രണ്ട് തരം ഡോക്യുമെൻറ്റുകളാണുള്ളത്. ഒന്ന് ലെറ്റർ, ഇമെയിൽ, മെസ്സേജ്. നമുക്ക് വേണ്ട ലെറ്ററാണ്. ലെറ്റർ ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തത് ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്കാണ്. ഇവിടെ ഫസ്റ്റിൽ നമുക്ക് അഡ്രസ്സ് ബ്ലോക്ക് സെലക്ട് ചെയ്യണം. രണ്ട് രീതിയാണുള്ളത്. ഒന്ന് നമുക്ക് പുതിയൊരു അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കാം, മറ്റൊന്ന് നിലവിലുള്ള അഡ്രസ് ലിസ്റ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ് ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെയുള്ള 3 അഡ്രസ് ലിസ്റ്റുകൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു. അതേസമയം നമുക്ക് പുതിയൊരു അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ വരുന്നു. അതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു 3 പ്രിൻസിപ്പൽമാരുടെ അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഫസ്റ്റിൽ ടൈറ്റിൽ എന്നതിൽ ഞാൻ പ്രിൻസിപ്പാൾ എന്നടിക്കുന്നു. ഫസ്റ്റ് നെയിം എന്നുള്ളത് ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു, GHS ചേളാരി. ലാസ്റ്റ് നെയിം എന്നുള്ള അതിൻ്റെ ജില്ല കൊടുക്കുന്നു. കമ്പനി നെയിം എന്നുള്ള സ്ഥലത്ത് ഞാൻ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു റെക്കോർഡായി. രണ്ടാമത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ റെക്കോർഡിൽ വീണ്ടും ടൈറ്റിൽ പ്രിൻസിപ്പാൾ, ഫസ്റ്റ് നെയിം GHS വടകര, ലാസ്റ്റ് നെയിം ജില്ല, കമ്പനി നെയിം സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു. മൂന്നാമത് ഒരു റെക്കോർഡ് കൂടി ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് നെയിം GHS കുറ്റ്യാടി, ലാസ്റ്റ് നെയിം അതിൻ്റെ ജില്ല, കോഡ്. ഓക്കെ, ഇപ്പോൾ 3 റെക്കോർഡുകൾ ഇൻസേർട്ട് ചെയ്തു. ഞാനത് ഓക്കെ എന്നടിക്കുന്നു. ഒരു അഡ്രസ് ബുക്ക് ഉണ്ടായി. അപ്പോൾ അത് സേവ് ചെയ്യാൻ പറയും. ഇതിൻ്റെ ഡാറ്റാബേസ് സേവ് ചെയ്യാൻ നമ്മളോട് നെയിം ചോദിക്കുന്നു. ഞാനതിന് നെയിം കൊടുക്കുന്നു. അഡ്രസ് ഓഫ് സ്കൂൾസ് എന്ന് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത അഡ്രസ് ലിസ്റ്റ് കൂടി ഇവിടെ വന്നു. അപ്പോൾ അഡ്രസ് ഓഫ് സ്കൂൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അഡ്രസ് ഓഫ് സ്കൂൾസ് സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ വ്യത്യസ്ത തരം അഡ്രസ്സ് ടൈപ്പുകൾ കാണിച്ചത് കാണാം. ഇവിടെയുള്ള മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കൂടുതൽ ടൈപ്പുകൾ കാണാം. ഇതിൽ ഇഷ്ടമുള്ളൊരു ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ന്യൂ എന്നത് ഉപയോഗിച്ച് പുതിയ ടൈപ്പ് ഉണ്ടാക്കാം. എഡിറ്റ് ഉപയോഗിക്കാം. ഞാൻ ഈ ഫസ്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഉപയോഗിക്കുന്നു. എഡിറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ അഡ്രസ് എലമെൻറ്റ്സ് കാണാം. ആ അഡ്രസ് എലമെൻറ്റ്സ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന അഡ്രസ് ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ ഉപയോഗിച്ചാൽ അത് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിച്ച് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതല്ല ഇതിൽ റൈറ്റ് സൈഡിലെ ഏതെങ്കിലും ഒന്ന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബട്ടൺ. ഇനി റൈറ്റ് സൈഡിൽ കാണാം. ഈ റൈറ്റ് സൈഡിൽ ഈ അഡ്രസ് എലമെൻറ്റ്സ് നമുക്ക് മൂവ് അപ്പ്, മൂവ് റൈറ്റ്, മൂവ് ഡൗൺ, മൂവ് ലെഫ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ക്രമീകരിക്കാം. അതിൻ്റെ ഒരു പ്രിവ്യൂ താഴെ ഇങ്ങനെ കാണിക്കും. നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രിവ്യൂ താഴെ കാണിക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് ടൈപ്പ് സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് മാച്ച് ദ ഫീൽഡ് നെയിം യൂസ്ഡ് ഇൻ ദ മെയിൽ മെർജ് എന്നാണ്. അത് നമുക്ക് മാച്ച് ചെയ്യാം. നമ്മുടെ ഫീൽഡ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പുതിയൊരു വിൻഡോ വരും. മാച്ച് ദ ഫീൽഡ് ക്ലിക്ക് ചെയ്താൽ അവിടെ ടൈറ്റിൽ പ്രിൻസിപ്പാൾ, ഫസ്റ്റ് നെയിം GHS ചേളാരി, ലാസ്റ്റ് നെയിം മലപ്പുറം, കമ്പനി നെയിം 11161 ഒക്കെ അവിടെ വന്നു കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ അഡ്രസ് ഡാറ്റ കറക്റ്റാണോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് 4ാമത്തെ സ്റ്റെപ്പിൽ കാണുന്നു. അങ്ങനെ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇൻസേർട്ട് അഡ്രസ് ബുക്ക് എന്ന സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് സാല്യൂട്ടേഷൻ ആണ്. ഓൾറെഡി നമുക്ക് സാല്യൂട്ടേഷൻ വേണോ വേണ്ടയോ? ഇവിടെ ക്രിയേറ്റ് സാല്യൂട്ടേഷൻ്റെ തൊട്ടു താഴെ ദിസ് ഡോക്യുമെൻറ്റ് ഷുഡ് കണ്ടെയ്ൻ എ സാല്യൂട്ടേഷൻ എന്ന് കാണാം. ഓൾറെഡി നമ്മുടെ ലെറ്ററിൽ സർ എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്യാം, സാല്യൂട്ടേഷൻ കൊടുക്കാം. ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ലേ ഔട്ടാണ്. അതായത് ഈ അഡ്രസ് ബ്ലോക്ക് നമ്മുടെ ലെറ്ററിൽ എവിടെ വരണം എന്നുള്ളതാണ് അഡ്ജസ്റ്റ് ലേ ഔട്ട്. ഫ്രം ടോപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു
മെഷർമെൻറ്റ് കൊടുത്ത് കാണാം 5.49 cm എന്ന് കാണാം. മെഷർമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇനി അഥവാ മെഷർമെൻറ്റ് തെറ്റിയാൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റെപ്പ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, 6ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. എഡിറ്റ് ഡോക്യുമെൻറ്റിൽ ഇവിടെ ഓരോന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. താഴെ ഈ കാണുന്ന എഡിറ്റ് ഡോക്യുമെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ ജനറൽ എഡിറ്റ് നടത്താൻ പറ്റും. നമുക്ക് അഡ്രസ്സ് ബ്ലോക്ക് ശരിയായിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ ചെന്ന് നോക്കാൻ പറ്റും. എഡിറ്റ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ബ്ലോക്ക് വന്നിരിക്കുന്നത് ശരിക്കും വരേണ്ടത് 2 എന്ന സ്ഥലത്താണ്. പക്ഷേ അഡ്രസ്സ് ബ്ലോക്ക് തൊട്ട് മുകളിലാണ് ഉള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് ഞാനത് പൊസിഷൻ ക്രമീകരിക്കുകയാണ്. അപ്പോൾ ഈ അഡ്രസ് പൊസിഷൻ ഞാൻ ക്രമീകരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ 2ൻ്റെ തൊട്ട് താഴെ അഡ്രസ്സ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും മെയിൽ മെർജിലേക്ക് റിട്ടേൺ ചെയ്യാൻ ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റിട്ടേൺ ടു മെയിൽ മെർജ് വിസാർഡ്. അപ്പോൾ മെയിൽ മെർജ് എത്തിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് പേഴ്സണലൈസ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഈ അയക്കുന്ന ലെറ്ററിൽ ഏതെങ്കിലും പ്രിൻസിപ്പാലിറ്റി ലെറ്റേഴ്സിൽ പ്രത്യേകം എന്തെങ്കിലും കണ്ടൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് പേഴ്സണലൈസ് ചെയ്യണമെങ്കിലാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് സേവ് പ്രിൻ്റ് ഓർ സെൻഡ് എന്നുള്ള ഫൈനൽ സ്റ്റെപ്പാണ്. അതിൽ സെലക്ട് വൺ ഓഫ് ദി ഓപ്ഷൻസ് ബിലോ എന്നുണ്ട്. ഒന്ന് സേവ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്, മെർജ് ഡോക്യുമെൻറ്റ്, പ്രിൻ്റ് മെർജ് ഡോക്യുമെൻറ്റ്, സെൻഡ് ഇമെയിൽ എന്നൊക്കെയാണ്. നമ്മൾ സേവ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ സേവ് മെർജ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. സേവ് മെർജ് ഡോക്യുമെൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടും സേവ് ചെയ്യാം, അതോടൊപ്പം ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യാം. ഞാൻ സേവ് ആ സിംഗിൾ ഡോക്യുമെൻ്റ് സേവ് ഡോക്യുമെൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സേവ് ചെയ്യേണ്ട നെയിം ചോദിക്കുന്നു. ഓൾറെഡി ഇതിൻ്റെ ഡാറ്റാബേസിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ ഒരു പേര് കൊടുക്കുന്നു. എന്നതിന് ശേഷം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. സേവ് ബട്ടൺ ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവസാനം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി സേവ് ചെയ്ത നമ്മുടെ ലെറ്റർ, അതായത് മെർജ്ഡ് ലെറ്റർ എവിടെയുണ്ടെന്ന് നോക്കാം. ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ മെർജ്ഡ് ലെറ്റർ എന്ന ലെറ്ററിൽ സേവ് ചെയ്ത ഡോക്യുമെൻ്റ് കാണാം. അവിടെ നമ്മൾ താഴോട്ട് നോക്കിയാൽ ആദ്യം പ്രിൻസിപ്പൽ ചേളാരിയും, രണ്ടാമത് പ്രിൻസിപ്പൽ വടകര, മൂന്നാമത്തെ ലെറ്റർ പ്രിൻസിപ്പൽ കുറ്റ്യാടി, GHS കുറ്റ്യാടി എന്നിവ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ, നമ്മൾ മെയിൽ മെർജിലൂടെ നമ്മുടെ വേർഡ് ഫീച്ചേഴ്സ്, വേർഡിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിരവധി ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഗ്രാഫിക്സുകൾ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ വാട്ടർമാർക്ക് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഡ്രോയിങ്സ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ടെക്സ്റ്റ് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇൻഡെക്സ് എൻട്രി എങ്ങനെ നടത്താം, ടേബിൾ ഓഫ് കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം, മെയിൽ മെർജ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ എപ്പിസോഡുകളും നന്നായിട്ട് കേൾക്കുകയും കാണുകയും പഠിക്കുകയും വേണം. അതോടൊപ്പം ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങൾക്ക് കണ്ടെത്താം, നിങ്ങൾക്ക് ഇതിൽ വെൽ വേഴ്സ്ഡ് ആകാം. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ പാഠഭാഗത്തിൻ്റെ പിന്നിൽ വരുന്ന ഒരുപാട് വർക്കുകളും ക്വസ്റ്റ്യൻസുകളും അസൈൻമെൻറ്റുകളും ഞാനിതിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നന്നായിട്ട് വേർഡ് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.